ഹലോ കുടിക്കുന്നു എന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഒരാൾ പെട്ടെന്ന് കയറി വരുമ്പോൾ അവർക്ക് അറിയത്തില്ല. ഒരു നേരമെങ്കിലും നമ്മളോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് നമ്മൾ കഴിക്കുന്നതെന്ത് കുടിക്കുന്നത് എന്ത് അറിയാവുള്ളൂ. പക്ഷെ പെട്ടെന്ന് വീട്ടിൽ കയറി വരുന്ന ഏതൊരു വ്യക്തിയും നമ്മുടെ വൃത്തിയാണ് നോക്കുന്നത്, വീടിൻ്റെ വൃത്തി. അപ്പോൾ ഇന്നിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കുന്നവരാണ്. സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കി വെക്കും അല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ നാളെ ബലിപ്പെരുന്നാളാണ്, അപ്പോൾ അതിനെ പ്രമാണിച്ച് ഒന്നുകൂടെ ഒന്ന് എല്ലാം ഒതുക്കി പിറക്കിയൊക്കെ വെക്കുന്ന ഇതാണ്. ഒന്ന് തുടച്ച് വൃത്തിയാക്കി കിച്ചനും വീടും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ വെക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരാശയം തോന്നി, ഒരു കണ്ടൻറ്റ് കിട്ടിയത് കൊണ്ട് എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഈ ഒക്കേഷൻസ് വരുമ്പോൾ മാത്രമല്ല, നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഒക്കേഷൻസ് വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വൃത്തിയാക്കി. മഴയൊക്കെ പെയ്തിട്ട് ആകെ നമ്മുടെ പുറമൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഇപ്പോൾ എല്ലാം നല്ല വീട്ടിലേക്ക് തുകളയൊക്കെ തൂത്ത് വെളിയിലോട്ട് ഇറക്കി, ഇനി ഇതെല്ലാം തൂത്തുവാരി കത്തിച്ച് പറക്കി അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ഇതെല്ലാം ഇത് ഞാനിപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്, അതിൻ്റെ ഇടയിൽ എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് എനിക്ക് ഏറ്റവും ഫീലായ ഒരു കാര്യമാണ്, ഞാൻ ലാസ്റ്റ് ഒരു അച്ചാറിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അച്ചാറിടുന്ന പാത്രം കണ്ടിട്ട് ഒന്നും ക്ലീൻ ചെയ്യാറില്ലേ, കഴുകാറില്ലേ എന്ന് ചോദിച്ചത്. എൻ്റെ വീഡിയോസ് ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ അത്യാവശ്യം ഭയങ്കര വൃത്തിക്കാരിയെന്ന് ഞാൻ പറയത്തില്ല, അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ട വൃത്തിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ തന്നെയാണ്. പിന്നെ നമ്മുടെ വൃത്തിയെക്കുറിച്ച് വേറൊരാൾ ചോദിക്കുമ്പോൾ നമുക്കെപ്പോഴും ഒരു വിഷമം തോന്നും. അതൊരു എണ്ണക്കറിയാണെന്ന് കാണുന്ന ആർക്കും മനസ്സിലാകും എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ എന്നിട്ടും ആ ഒരു ചോദ്യം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ എക്സ്ട്രാ ക്ലീനിങ് ആണിത് എന്ന് വെച്ചാൽ പെരുന്നാളിനോടനുബന്ധിച്ച് വരുന്ന എക്സ്ട്രാ ക്ലീനിങ്. ആ ക്ലീനിങ്ങിനിടയിൽ ഒന്ന് വീഡിയോ എടുത്തേക്കാവുന്നു. ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ വീട് ക്ലീൻ ചെയ്യുന്നത്. ഇതിൽ ഞാൻ തൃപ്തയല്ലാത്തവരുടെ കാര്യം എനിക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് നമുക്കറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്നൊന്നും അഭിപ്രായം പറയാതിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതൊരിക്കലും ബൈ.